കാവലിരുന്ന നായി നാളെ സ്വർഗത്തില്ല. ആ യോഗമെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. തൊട്ട 7 വെള്ളത്തിൽ കഴുകേണ്ട സാധനമാ. കാവലിരുന്നപ്പോ 10 മൃഗങ്ങൾ നാളെ സ്വർഗത്തില്ല. അതിൽപ്പെട്ട ഒന്നാ നായി. അതിന്റെ രക്ഷപ്പെട്ടു. നമ്മളോ ആ 4 കാലി രക്ഷപ്പെട്ടു. നമ്മൾ പട്ടിയെ കാണുമ്പോ നമ്മൾ 4 കാലിയായ ഈ പട്ടിയെ കാണുമ്പോ നമുക്ക് അലർജി. അല്ല പറഞ്ഞെന്തെന്നറിയോ? എടാ, ഈ പോകുന്ന 4 കാലിയെക്കാളും മനുഷ്യൻ അധപ്പതിച്ചവനാ. ബൽഹും അല്ലല്ലെന്ന് പറഞ്ഞേ. ഈ നായിയെക്കാളും വൃത്തികെട്ടവനാ 2 കാലുള്ളവൻ. ഇതിനെക്കാളും എടാ, ഈ നായി വേറൊരു നായിയെ വ്യഭിചരിക്കാറുണ്ടോ? കൂട്ടമായിട്ട് വ്യഭിചരിക്കാറുണ്ടോ? ഇല്ല. ആര്? 2 കാലുള്ളവന്മാര് വ്യഭിചരിക്കും. മകളുടെ പ്രായമില്ലാത്ത പാലുകുടി മാറാത്ത കുഞ്ഞിനെ വരെ വ്യഭിചരിക്കുന്നവന്മാരുടെ കാലം. അല്ല പറഞ്ഞത് വെറുതെ അല്ല. വൽഹും അല്ലല്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ ബാങ്ക് വിളിച്ചിട്ടില്ല അല്ലേ? ബാങ്ക് വിളിക്കുന്നവന്റെ പ്രതിഫലം അറിയ നിങ്ങൾക്ക്? അള്ളാന്റെ കോടതിയിൽ നാളെ വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അള്ളാന്റെ കോടതിയിൽ എല്ലാരും പേടിച്ച് തലതാഴ്ത്തി പിടിച്ച് നടക്കുന്ന ദിവസം 2 വിഭാഗം ആൾക്കാരുടെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ തല നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഉയർന്നു നിൽക്കും. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പള്ളിയിലെ ഖതീബിനല്ല, പള്ളിയിലെ കമ്മിറ്റിക്കാർക്കല്ല. പിന്നെ ആർക്കാ? അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന. അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മഹാൻ. അദ്ദേഹവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബാങ്ക് വിളിക്കണ സമയത്ത് നായി കൂവാറുണ്ട്. എന്തുകൊണ്ട് പറചങ്ങാതിമാരെ? എന്തുകൊണ്ട് ബാങ്ക് വിളിക്കണ സമയത്ത് നായി കൂവും? എന്തേ? ശൈത്താൻ ഇറങ്ങി ഓടുന്നത് കണ്ടിട്ട് കൂവുന്നതാ ഇല്ലേ? ബാങ്ക് വിളിക്കണ സമയത്ത് പള്ളിയിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി ഓടും. എന്തുകൊണ്ട്? ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു ചരിത്രം ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കണ സമയത്ത് ശൈത്താൻ ഇറങ്ങി ഓടുന്നതിന്റെ കാരണം, ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഇവിടത്തെ പള്ളിയിൽ ഇവിടത്തെ മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ ഈ ദുനിയാവിലെ എന്തെല്ലാം വസ്തുക്കള് ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, കല്ലുകളാകട്ടെ, മണൽത്തരികളാകട്ടെ, എന്തെല്ലാം വസ്തുക്കള് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ, ഈ വസ്തുക്കള് മുഴുവനും നാളെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോ ഇവര് മുഴുവനും പറയും, പടച്ചവനെ, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു തമ്പുരാനെ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കല്ല എന്ന് നാളെ സർവ്വചരാചരങ്ങളും അള്ളാഹുവിനോട് മുഅദ്ദിനു വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാടെ പള്ളിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്തുള്ള ഏതൊക്കെ വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ അള്ളാഹിനോട് പറയും, പടച്ചവനെ ശഫാഅത്ത് ചെയ്യും, അള്ളാഹുവേ ഞാൻ കേട്ട് പടച്ചവനെ ബാങ്ക് വിളിക്കുന്നത്, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്ക്, സ്വർഗം കൊടുക്ക്. എല്ലാരും പറയും. ശൈത്താൻ കേട്ടാലോ? ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ കേട്ടാ ശൈത്താൻ നാളെ അള്ളാഹിനോട് പറയേണ്ടി വരും, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ട് തമ്പുരാനെ സ്വർഗം കൊടുക്ക്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ഓടുന്നത് ചരിത്രം പറയുകയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എനിക്ക് ഈമാനുള്ള മരണം തരണേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മഹാനവറുകളാ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? നീ ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, തങ്ങള് എന്റെ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 40 വർഷമാണ് ബാങ്ക് വിളിച്ചത്, 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. അവസാനം മരണസമയമെടുത്തു. സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മരണത്തിന്റെ സമയമെടുത്തു. എന്നോട് പറഞ്ഞു, മോനെ ഖുർആൻ എടുത്തു കൊണ്ടുവരാ. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്നോട് എടുത്തു കൊണ്ടുവരാ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, അല്ലാ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അവിടെ നിന്ന് ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഞാൻ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് എന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എനിക്കതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് ഖുർആൻ വലിച്ചു കീറി വലിച്ചെറിയുകയാ.